ഹലോ ഗൈസ്, അങ്ങനെ ഡേ 11 റിവ്യൂ ആണിത്. ബാക്കി എല്ലാം തന്നെ പുറകിന് വരുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് പറയുന്ന ആങ്കർ പാരഡൈസിനകത്ത് നാനിയുടെ ഒരു കോസ്റ്റ്യൂമും ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിനകത്ത് പ്രധാനമായിട്ട് ഒരു വാമപ്പ് എന്ന രീതിയിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥയ്ക്കകത്ത്, അതായത് നിങ്ങളുടെ കഥയിൽ ഹീറോ ആയിട്ടുള്ള ഒരാൾക്ക് കൂളിംഗ് ഗ്ലാസും വില്ലൻ ആയിട്ടുള്ള ആൾക്ക് ഒരു മറുകമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ കായംകുളം കൊച്ചുണ്ണി ഒരു ടീഷർട്ട് കണ്ടി നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വില്ലൻ ടച്ചാണ്, എന്നാൽ ബാക്കിയുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ഹീറോ ഇമേജും. അതുപോലെ ഓരോരുത്തരുടെ വ്യൂ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പാറ്റേണാണ് കളി പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വന്ന് ഒന്നെങ്കിൽ ഹീറോ വില്ലൻ അതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ശ്യാമാണ്. ഹീറോ ആയിട്ട് കൊടുത്തിരിക്കുന്ന ടാഷിക്കും വില്ലത്തി ആയിട്ട് കൊടുത്തത് ലൊലീറ്റയ്ക്കുമാണ്. പിന്നീട് അങ്ങോട്ട് വില്ലന്മാരുടെ ആ ഒരു പാറ്റേണാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടാഷിയുടെ ഹീറോ ഷാമോനും വില്ലത്തി സോനയുമാണ്. ഏറ്റവും കൂടുതൽ വില്ലത്തിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സോനയാണ്. മിക്കവാറും ഒരു പക്ഷേ ആൾക്കാർ വെറുപ്പിച്ചെന്നു എന്നൊരു കാരണം കൊണ്ട് പുള്ളിക്കാരെ പുറത്തേക്ക് പോകാനും അതല്ലെങ്കിൽ ബെസ്റ്റായിട്ട് കളിച്ചു എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു. മീൻസ് കളിയിലുണ്ട് പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല, മറ്റുള്ളവർ ഈ ഒരു പുള്ളിക്കാരുടെ പേരിങ്ങനെ ഇട്ടിട്ടിട്ട് ഒരു വീടിൻ്റെ പ്രധാന വാതിലേക്ക് കയറാനുള്ള സാധ്യതയിലേക്ക് വരെ പോകുന്ന ലെവലിലേക്ക് സോന നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വോട്ടാണ് പുള്ളിക്കാരിന് ഇപ്പോൾ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ജയിച്ചേക്കാം, അതല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. സോനയുടെ ഹീറോ ആയിട്ട് വന്നിരിക്കുന്ന ഷിബിനയും വില്ലത്തി ലൊലീറ്റയും. ഷിബിനയുടെ ആണെങ്കിൽ ഷിജിലാലെ ഹീറോയും വില്ലനായിട്ട് വന്നിരിക്കുന്നത് രാകേഷുമാണ്. രാകേഷിൻ്റെ ആൽഫിയ എന്തിനാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. കുറേ എക്സ്പ്ലനേഷൻ എന്തൊക്കെയോ കിടന്ന് പറഞ്ഞ് മെഴുകുന്നുണ്ട്, പക്ഷേ എനിക്കത് ഒട്ടും മറക്കാവുന്നില്ല, അത് സത്യമാണ്. വില്ലത്തിയായിട്ട് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിബു. ആൽഫിയുടെ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് ശ്യാമാണ്, അത് വേറൊരു സംഭവം. വില്ലത്തിയായിട്ട് വന്നിരിക്കുന്നത് സോനയും. പൂജയുടെ ടാഷി ഹീറോ, വില്ലത്തി സോന. ഒരുപക്ഷെ സോനയ്ക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് ഡയലോഗ് അടിക്കാൻ പറ്റും. മറ്റേ തരുൺ മൂർത്തിയുടെ ഒരു സിനിമയില്ലേ തുടരും, അതിനകത്ത് ഡയലോഗ് വേണം സുഖമായിട്ട് അടിച്ച് കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. എൽദോയുടെ കാര്യം വന്ന സമയത്ത് ലൊലീറ്റ ഹീറോയിൻ, ടാഷി വില്ലൻ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുമുണ്ട്. ലൊലീറ്റയുടെ കാര്യം വന്നപ്പോൾ പൂജ ഹീറോയിൻ, ഷിബിന വില്ലത്തി. ഷാമോൻ്റെ ഹീറോ ഷിജിനും വില്ലൻ എൽദോ. ഷിജിൻ്റെ ഹീറോ എൽദോയും വില്ലത്തിയായിട്ട് നിൽക്കുന്നത് ഷിബു. ഷിജിലാലിനെ ആണെങ്കിൽ ആൽഫിയ സോന. പിന്നീട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ടാസ്ക്കാണ് കയർ കൊണ്ടുള്ളത്. പൊതുവെ എപ്പോഴും സീസണിൻ്റെ അകത്ത് ഒരു കയറിൻ്റെ ടാസ്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അഗ്നിപരീക്ഷയുടെ സമയത്താണ് കയറിൻ്റെ ടാസ്ക് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മത്സരത്തിലും ചുറ്റി നിർത്തിയതിന് ശേഷം നടുക്കൊരു ഇൻഡു ഇട്ടിട്ടുണ്ട്. ഈ ഇൻഡുവിൽ ആരാണ് ചവിട്ടുന്നത് അയാൾ പുറത്തേക്ക് പോകും. ആദ്യം തന്നെ വലിച്ചപ്പോൾ പൂജയെ ചവിട്ടുകയും ചെയ്തു, പുള്ളിക്കാരി ഔട്ടാവുകയും ചെയ്തു. പക്ഷേ സോനയ്ക്ക് പരിക്ക് കിട്ടി, അതുകൊണ്ട് പുറത്തേക്ക് പോവാണ് ക്വിറ്റ് ചെയ്ത്. എന്നാൽ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഫൗൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡ് വാങ്ങിച്ച്, അതായത് പറഞ്ഞ ജഡ്ജിമാരുടെ റെഡ് കാർഡ് വാങ്ങിച്ച് പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ പലരും കളിച്ച് വന്ന് അവസാനം വന്നത് എൽദോയും ഈ പറയുന്ന ഷിജിലാലുമാണ്. കട്ട വലിയായിരുന്നു. നമ്മൾ ഇപ്പം വീഴുമെന്ന് പലരും വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. രണ്ടുപേരും കട്ടക്കിടിച്ച് അവസാനം രണ്ടുപേരും വിജയമായിട്ട് പ്രഖ്യാപിച്ചു. കാരണം അതിനകത്ത് സമയം ഉണ്ടായിരുന്നു. കട്ടയ്ക്ക് കളിച്ചതിൻ്റെ പേര് രണ്ടുപേരും വിജയിച്ചു. അങ്ങനെ ആ ഒരു ടാസ്ക് അവിടെ കൊണ്ട് അവസാനിച്ചു. പുതിയ എപ്പിസോഡിലേക്കുള്ള കാര്യങ്ങൾ പോവുകയാണ്. അതുപോലെ തന്നെ ഞാനും എൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ബൈ.